സൈക്കോളജിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഗംഗയുടെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം? ഗംഗയ്ക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ടായിരുന്നു. പറയാൻ കാരണം ഒരു സീനിൽ മാത്രമേ ഹാലൂസിനേഷൻ കാണിക്കുന്നുള്ളൂ. അതായത് നാഗവല്ലി ഇവളിങ്ങനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമല്ലേ, അതായത് ഗംഗ വാള് പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശങ്കരൻ സുരേഷ് ഗോപി നടന്നു വരുന്നുണ്ട്. പെട്ടെന്നൊരു വിഷ്വൽ മാത്രം ശങ്കരൻ തമ്പിയും ടീംസും കടന്നു വരുന്നതൊരു അതിന് ഹാലൂസിനേഷനാണ് ശരിക്കും പറയാൻ. നമുക്ക് ഈ ഓജാബോർഡൊക്കെ സത്യമാണോ? ഇതിനകത്തൊരു 1% നമുക്ക് മാറ്റി നിർത്തേണ്ട സാഹചര്യമുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്കിയുള്ള കേസുകളെല്ലാം നമ്മളെ മിസ്യൂസ് ചെയ്ത് നമ്മളെ മിസ്ലീഡ് ചെയ്തിട്ടാണ് നമ്മളെ പണം തട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ്. ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടി LGBTQ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോർമോണലി അവരങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതല്ലാതെ എന്തെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ അവർ ഹോമോസെക്ഷൽ ആകുന്ന അത്തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? തെറാപ്പി എടുക്കാൻ വരുമ്പോഴാണ് ഇവർ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഇവരിങ്ങനത്തെ ആളുകളാണ്. ഇത് ഒരു കേസല്ല ഞാൻ പറയുന്നത്, പല എക്സ്പീരിയൻസസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് കേസുകൾ എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്നുണ്ട്. അത് ചിലർ കൊണ്ടുവന്ന് പേരൻസാണ് കൊണ്ടുവരുന്നത്. മാരീഡ് ആയിട്ട് ആളുകൾക്കാണെങ്കിൽ എക്സ്പോഷർ തെറാപ്പി കൊടുക്കും. ഇമോഷണലി നമ്മൾ അവരെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് എക്സ്പോഷർ ചെയ്യിപ്പിക്കും. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് വേറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളുണ്ടാകാം. ബട്ട് ദാറ്റ് ഈസ് എ ഫാക്ട്.